അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഇപ്പോൾ നീ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർക്ക് എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളെ കണ്ടെത്താൻ വേണ്ടി നീ ഫിത്തിന് അയച്ചതുപോലെ കർത്താവെ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുകയും കണ്ടെത്തുമെന്നാണ് നീ പറഞ്ഞതല്ലേ കർത്താവ്. അവർക്കെല്ലാം കണ്ടെത്തലിൻ്റെ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവിടെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് ഈശോയെ. ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ, സ്ഥലം വാങ്ങാൻ പോകുന്നവർ, പെണ്ണ് കാണാൻ പോകുന്നവർ, പുരുഷൻ്റെ മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ, അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പിശാചികയിൽ പ്രവർത്തിക്കുകയും സാത്താനെ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉണ്ടാകുന്ന കർത്താവ് പിശാചിൻ്റെ അവസരങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവിനെ ആശീർവദിക്കട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire finger, suck with the precious blood. The authority of the Catholic Church with the power of Jesus Christ, with the merits of the Holy Priesthood, I bless her. നമ്മൾ പറയാം മനുഷ്യനായാൽ അങ്ങനെയൊക്കെയാണെന്ന് പറയാം. മനുഷ്യനായാൽ
കുറേ നന്മയും ഉണ്ടാകും, കുറേ തിന്മയും ഉണ്ടാകുമെന്നത്. ഈ മനുഷ്യനായാലെന്നുള്ള സംഭവത്തിന് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ. ഈ ഡ്യൂപ്ലിസിറ്റി ബൈബിള് സീറോ ടോളറൻസാണ്, അതിനോട് യോജിക്കണില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇതിനാണ് തിരിച്ചറിക്കാട് ഇറക്കിയിരിക്കുന്നത്. നല്ല മരത്തിൻ്റെ തിരിച്ചറിക്കാട്, നല്ല ഫലത്തിൽ നിന്ന് മരത്തെ തിരിച്ചറിയാവുന്നല്ലേ പറയണത്. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. പലരും ദൈവത്തെ ഉപേക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ പേടിക്കണതും അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അത് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം ലോകാരൂപിയാണ്. അവിടെ സ്ഥാനം പോവും, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലുള്ള സൂത്രപ്പണികളിലൂടെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം അവർ നിശ്ചയിക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി എന്ത് കൂതറ വർത്തമാനം പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്തുമാത്രം കൂതറ വർത്തമാനം ആൾക്കാർ പറയുന്നത്. ഞാനൊരു TV ചാനലിൽ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഗേ പുരുഷരതിക്കാർ വന്നിട്ട് സംസാരിക്കുക. ആ പുരുഷരതിക്കാരെ അംഗീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമൻസാണ് താഴെ കിടക്കുന്നത് മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം ഈശോ പറയും അത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയും. അവരുടെ വോട്ട് വേണവരും അല്ലെങ്കിൽ അവരുടെ കൂടി അപ്ലോസ് കിട്ടുന്നവരും അവരെ കൂടി ഉൾക്കൊണ്ടേ സംസാരിക്കത്തുള്ളൂ. അപ്പോഴും ദൈവത്തെ അവർ സൗകര്യപൂർവ്വം ഒഴിവാക്കും. കാരണം ദൈവം ഡയറക്റ്റ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാത്തത് കൊണ്ട്, അതുകൊണ്ട് ഡയറക്റ്റ് അവർ ഇക്കണോമിക്കായിട്ട് സേഫ് ആയതുകൊണ്ടും ആരോഗ്യമായിട്ട് സേഫ് ആയതുകൊണ്ടും ഈ ലോകത്ത് അപ്പം ഈ ജീവിതം, അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. 1 Corinthians 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതാണെങ്കിൽ സകല മനുഷ്യരേക്കാൾ അവർ ഹതഭാഗ്യരാണെന്നാണ് സെന്റ് പോൾ പറയണത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും, ഞാൻ പോളിനേക്കാൾ വലിയ ആളാണെന്നല്ല പറയണത്, നമ്മൾ പ്രായോഗികമായിട്ട് ആൾക്കാർ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ള ആളിനെ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പ്രായോഗികമായിട്ട് കാണുന്നത്. ഈ ജീവിതവും ആ ജീവിതത്തിൻ്റെ അകത്ത് ആ ജീവിതത്തിനെ ദൈവതുല്യമായിട്ട് കാണുകയും ക്രിസ്തുവിനെയും ഉൾക്കൊള്ളുകയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ത്രൈവ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ. അതിന് ഈശോ 2 യജമാനന്മാരെന്നാണ് പറയണത്. രണ്ട് യജമാനന്മാരാണ്. ഒന്ന് ലോകം, അല്ലെങ്കിൽ ഒന്ന് പൈശാചികമായിട്ടുള്ള തിന്മകൾ, ഒന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ 2 യജമാനന്മാരെ ഒന്നിച്ച് സേവിക്കാൻ ആൾക്കാരെപ്പോഴും ശ്രദ്ധിക്കണ ഇതാണ്. അതുകൊണ്ടാണ് അതേ എന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അതേ എന്ന് ആയിക്കട്ടെ, അല്ലെങ്കിൽ അല്ലെന്ന് ആയിക്കട്ടെ, ഇത് പുറത്ത് വരുന്നത് പിശാചിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ഇതേ ഒരു ഐഡിയ ആണ് ഈശോ ഒരു വാട്ടർ ടൈറ്റായിട്ട് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിരിക്കണം ഈ വിഷയത്തിന്. പക്ഷേ നല്ല വൃക്ഷമെങ്കിൽ നല്ല വൃക്ഷം, നല്ല ഫലം, ചീത്ത വൃക്ഷമെങ്കിൽ ചീത്ത ഫലം. ഇപ്പം നല്ല വൃക്ഷത്തിൽ ചീത്ത ഫലം കാണാൻ പറ്റത്തില്ല. ചീത്ത ആയതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്ത ഫലം ദൈവം പ്രതീക്ഷിക്കണില്ല. ആരാധനയുടെ അഭിഷേകത്തിൻ്റെ ലെവല് നമ്മൾ പ്രതീക്ഷനേക്കാൾ കൂടുതൽ ദൈവം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഓൺലൈനിലിരിക്കുന്നവരും ശ്രദ്ധയോടെ ഇരിക്കാൻ പറഞ്ഞത്. ഏത് സമയത്തും ദൈവികമായ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ, ഏറ്റവും അവസാനത്തെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഭയവും അതേസമയം തന്നെ വലിയ ദൈവസ്നേഹവും തോന്നുന്നതാണ്. കാര്യം ഓൺലൈനിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഈ ആരാധനയിലെ അഭിഷേകത്തോടെ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയിലേക്ക്
ഐക്യപ്പെടുത്തണമേ. അമ്മേ പരിശുദ്ധാത്മേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. എല്ലാവരെയും ആദ്യമായി ഈ ശുശ്രൂഷയിലേക്ക് ദൈവത്താലെ ക്ഷണിക്കപ്പെട്ടവരെയും ഇപ്പോൾ ആശീർവദിക്കണമേ. ജീവിത അവസ്ഥകളെ, അതിന്റെ ഭാരങ്ങളെ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥകളെ ഇപ്പോൾ ഏറ്റെടുക്കണമേ. അമ്മേ പരിശുദ്ധമേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ. ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഗോഡ് ഈസ് സോ പർട്ടിക്കുലർ അബൌട്ട് അവർ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ദൈവം നമ്മളുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളുടെ മേലെ വളരെ സൂക്ഷ്മതയോടെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് നിങ്ങൾ മാത്രമേ ഒരു മകനുള്ളൂ, മകളുള്ളൂ എന്ന രീതിയിൽ, ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന രീതിയിൽ അത്ര പർട്ടിക്കുലറാണ്. ഗോഡ് ഈസ് സോ പർട്ടിക്കുലർ ടു ദി പർട്ടിക്കുലർ പേഴ്സൺ, ടു ദി പർട്ടിക്കുലർ സബ്ജക്റ്റ്. അങ്ങനെയാണ്. അതായത് ഇങ്ങനെ എന്താ അച്ഛൻ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയാണ് എന്നെ ഇങ്ങനെ കൊണ്ട് പറയിപ്പിച്ചത്. എന്താ അവിടെ സാക്ഷി എന്ന് പറയുന്നത്, അവരിങ്ങനെ അവർക്ക് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. പക്ഷേ കുറേ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ UK പോകണം. അതിന് പക്ഷേ അവർ പണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയത് കാരണം എന്തോ അവിടെ നിന്ന് നോ ഒബ്ജക്ഷൻ PP എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറുണ്ട്. അത് സാധാരണ കിട്ടത്തുമില്ല, കൊടുക്കത്തുമില്ല. എംബസിക്ക് പോലും നോ ഐഡിയയാണ്. ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയത്തില്ല, ആർക്കുമേ അറിയാൻ പാടില്ല. 13 കൊല്ലമൊക്കെ ഏജൻസി വർക്ക് ചെയ്ത ആൾക്കാർക്ക് പോലും ഈ PP 3 PP എന്നുള്ളത് എന്താണെന്ന് അറിയത്തില്ല, കിട്ടണത് എവിടുന്നാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവരെന്താ ചെയ്യണത്, ഇവർ ഓൺലൈനിൽ അടിച്ച് ഈ ആരാധന നടക്കുന്ന അതേ സമയം തന്നെ, ഉടമ്പടി എടുത്തതിന് ശേഷം ആരാധന നടക്കുന്ന ഒരു സമയം തന്നെ ഇവർ ഇത് അടിച്ചു വെക്കും. ആരാണ് ഓൺലൈനിൽ നമ്മൾ ആരാധന നടക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്ന ആരോടാണ്? അമ്മയുടെ മധ്യസ്ഥത്തിലേക്കാണ്. ആ ഒരു ബോധത്തിലല്ല, ചുമ്മാ ഒരു ആരാധനയല്ലേ എന്നാൽ പിന്നെ എൻ്റെ കൂടി കിടക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് പൗലോസ് പറയല്ലേ, ഞങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിലല്ല ഇടിക്കണത്, മുഖത്ത് നോക്കിയാണ് ഇടിക്കണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ വളരെ ബോധ്യങ്ങളോട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ അമ്മയുടെ മധ്യസ്ഥത്തിൽ ആരാധന നടക്കുമ്പോൾ അവർ അടിച്ച് 13,000 വന്നത്. നമ്മുടെ ഈ ആരാധന അപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ലൈവിൽ ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 13,000 പേര് ലൈനിൽ വരും, ഓൺലൈനിൽ വരും. അവരെല്ലാവരും തന്നെ ടൈപ്പ് ചെയ്യും ഓരോ വിഷയം. ചിലർ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചു, നമ്മുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പോലെ വെക്കണം. പക്ഷേ ചില ആൾക്കാരുടെ ബോധ്യമുണ്ട്. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എന്ത് പ്രാർത്ഥിക്കുന്നു, ആര് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ വലുതാണ് എന്ത് ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. ദിസ് ഈസ് അവർ സബ്ജക്റ്റ്. അതായത് എന്ത് പ്രാർത്ഥിക്കുന്നു, ആര് പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ വെയിറ്റേജ് ഉള്ളതാണ് എന്ത് ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. കാര്യം ലിജി വിജയുടെ ബോധ്യം എന്താണ്, ഞാനിങ്ങനെ ഓൺലൈനിൽ അടിച്ചു കൊടുക്കുമ്പോൾ നേരെ അമ്മയിലേക്കാണ് അടിച്ചു കൊടുക്കണമെന്നാണ്. ഐ എം സെൻഡിങ് ടു ദി മാറ്റർ പർട്ടിക്കുലർ ദി മദർ. അമ്മയിലേക്കാണ് സംഭവം അടിച്ചു കൊടുക്കുന്നത്. അത് ബോധ്യമാണ്. അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് വിഷയമുണ്ട്, അത് വേറെ സബ്ജക്റ്റ്. പക്ഷേ അതിനേക്കാൾ മാർക്ക് കിട്ടുന്നത് ബോധ്യത്തിനാണ്. ഈ ബോധ്യം, ഞാൻ അമ്മയിലേക്കാണ്, എനിക്കൊരു മാർഗ്ഗമില്ല, എൻ്റെ വഴിമുട്ടി നിൽക്കുകയാണ്, എനിക്ക് ഗതിമുട്ടിപ്പോയിരിക്കുകയാണ്, എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഗൈഡ് ചെയ്യുന്നവർക്കും ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ളവർക്ക് പോലും ദേ ഡോ നോ ഹൗ ടു മാനേജ് അല്ലെങ്കിൽ ഗൈഡ് മീ, അങ്ങനെ അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? പക്ഷേ അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ, അതാണ് സംഭവം. അമ്മയ്ക്കെല്ലാം അറിയാമല്ലോ ഞാൻ ഈ PPക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അടിച്ചങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല. ഇത് കേൾക്കുകയും വേറെ അവരുടെ ഒരു കസിൻ, അകന്ന കസിൻ പെട്ടെന്ന് അവർക്ക് ഒരു ലിങ്ക്, ആ ഓൺലൈനിൽ തന്നെ ലിങ്ക് കൊടുക്കും, നിങ്ങൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കാൻ പറയും. അവരപ്പോൾ തന്നെ ഓൺലൈൻ ആരാധന നടക്കുന്ന സമയത്ത് തന്നെ വെബ്സൈറ്റിൽ ഉടനെ അവർ ആ വെബ്സൈറ്റിലേക്ക് അവരുടെ ആവശ്യം ഉന്നയിക്കും. വെബ്സൈറ്റ് ഉടനെ ലിങ്ക് ഓപ്പൺ ആയി കിട്ടും. ആ ലിങ്കിൽ തന്നെ അവരുടെ ആവശ്യം പറയും, എൻ്റെ ഇതാണ്. ഉടനെ ആ വെബ്സൈറ്റ് കുറേ ഫോർമാറ്റുകൾ ഇങ്ങോട്ട് വരും. ഇതെല്ലാം 5 മിനിറ്റിൽ നടക്കുന്ന കാര്യമാണ്. 5-6 മാസം ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഒരു എത്തും പിടിയും കിട്ടാഞ്ഞ സാധനമാണ്. അതിൽ തന്നെ ഈ ഫോംസ് എല്ലാം ഇവർ ഫില്ല് ചെയ്ത് അപ്പം തന്നെ ആരാധന സമയത്ത് കയറ്റിവിടും. അവർ ചോദിക്കും, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുക, എൻ്റെ ഫുൾ അഡ്രസ്സ് ഇങ്ങോട്ട് തരാൻ പറയും. അയറണ്ടല്ല ഫുൾ അഡ്രസ്സ്, പണ്ട് വർക്ക് ചെയ്ത് അതാണ് ഈ പ്രശ്നമായിപ്പോയത്, UK പോകാനുള്ള. ഉടനെ അവർ ഫുൾ അഡ്രസ്സ് അങ്ങനെ അയച്ചു ചോദിക്കും. ഫുൾ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ പറഞ്ഞ സാധനം 5 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് സാധനം കിട്ടും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്രയോ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടതാണ്. ഇത് ഭയങ്കര ഷാർപ്പൻ സ്പീഡാണിത്.
ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, മക്കളെ ഇത് ഭയങ്കര സ്പീഡാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും അച്ഛൻ ഇങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയണം. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മ ഉടമ്പടി തുടങ്ങിയ 2015 സെപ്റ്റംബർ മാസം തന്നെ എന്നോട് പറയുമായിരുന്നു, ദിസ് ഇസ് സ്പീഡ് എന്ന്, സോ സ്പീഡ് എന്ന്. അതന്ന് അന്നത്തെ പത്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു, ഉടമ്പടി ഉടനടി പരിഹാരമെന്ന്. അപ്പോൾ എന്നോട് ബിഷപ്പ് വിളിച്ച് പറഞ്ഞു, അങ്ങനെയൊന്നും പറയേണ്ട, അതൊരു ബിസിനസ് പോലെ തോന്നുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നാൽ പിതാവ് പറഞ്ഞു, ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല, അമ്മ എന്താ പറഞ്ഞത് അത് മാത്രമേ പത്രത്തിൽ അടിച്ചിട്ടുള്ളൂ പറഞ്ഞു. ഇങ്ങനെ ഞാനത് പിൻവലിച്ചായിരുന്നു. പക്ഷെ പിന്നീടും വരുമ്പോൾ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ ഇത് ഭയങ്കര സ്പീഡാണ്. ഇത് സ്പീഡ് കണ്ടൻറ്റ് എന്താണെന്ന് നമ്മൾ അറിയണം, ടെക്നിക്കലായിട്ട് അറിയണം. ഉടമ്പടി വരുന്ന സ്പീഡ് കണ്ടൻറ്റ് കുറേ നമുക്ക് മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾക്ക് ലഭ്യമല്ലാത്ത കുറേ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഉടമ്പടിയിലുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ വൈസ് അതെന്താണ് എൻ്റെ കണ്ടൻറ്റ്, പെർട്ടിക്കുലർ കണ്ടൻറ്റ് എന്ത്, ഏത് കണ്ടൻറ്റാണ് ഇതിൻ്റെ സ്പീഡ് കൂട്ടണമെന്നുള്ളത് മക്കൾ കറക്റ്റായിട്ട് അറിയണം. ഇത് പിന്നെ ഇത് തന്നെ ഇപ്പം തന്നെ ഈ ലിജി ബിജോയുടെ സാക്ഷ്യത്തിൻ്റെ പ്രശ്നം എന്താണ്, അവിടെ ബോധ്യമാണ്. എന്താണ്, ഞാൻ മാതാവിലേക്കാണ് ഈ സംഭവം, ഈ മെയിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റുന്നത് അമ്മയുടെ അഡ്രസ്സിലേക്കാണ് ഈ സംഭവം പോകണമെന്നുള്ള ആഴമായി അവരുടെ വിശ്വാസവും ബോധ്യമാണ്. ഈ ബോധ്യത്തിലേക്ക് ഈ വ്യക്തി വരാൻ ഇടയാകണമെങ്കിൽ ഒക്കണേ എല്ലാവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ തന്നെ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഴകുഴമ്പൻ രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളാണ് സ്പീഡ് കുറയ്ക്കണത്, മനസ്സിലായില്ലേ? നമ്മുടെ ഉത്തരത്തിൻ്റെ സ്പീഡ്, ദൈവികമായ ഉത്തരത്തിൻ്റെ ഇടപെടേണ്ട സ്പീഡ് കുറയ്ക്കണത് നമ്മളാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണത്. നമ്മളത് ഒക്കെ ഒക്കുമായിരിക്കും അല്ലേ, ഒട്ടാ കൊള്ളാമല്ലേ, കിട്ടിയാൽ കൊള്ളാമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അംബിഗ്വസ് ആയിട്ട് ഹൈപ്പത്തസ് ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ അഴകുഴമ്പൻ രീതിയിൽ ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. ഇത് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അപ്ഡേഷനിലേക്ക് വരിക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, ഇപ്പോൾ ഈശോ ജീവനോട് നിൽക്കുന്ന സമയമാണ്, അമ്മ മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ്. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക, ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ, ഞങ്ങൾക്ക് ആഴമായ ഒരു കാലത്തും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ബോധ്യത്താലെ ആന്തരിക ബോധ്യത്താൽ ഇപ്പോൾ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആന്തരിക ബോധ്യത്താൽ ഇപ്പോൾ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 2-3 കാര്യങ്ങൾ ഇപ്പോൾ ഈശോ ഓർപ്പിച്ചത് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മൂക്കിൻ്റെ ഉള്ളിൽ ചുവന്നുകൊണ്ട് വരുന്ന ഒരു നമ്മൾ ഈ ലൊള്ളോളിക്ക പോലെയുള്ള ഒരു സംഭവമാണ്. ലൊള്ളോളിക്കയുടെ കളർ കണ്ടിട്ടില്ലേ? ഒരു തരം ചുവപ്പ്, ഇളം ചുവപ്പ് കളർ പോലെ മൂക്കിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട അവിടുത്തെ രോമങ്ങളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഒരു രോമം മാത്രം ചാടി നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ഈ സാന്താ മരിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഇപ്പോൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞായിരുന്നു. സാന്താ മരിയയുടെ സാക്ഷ്യങ്ങൾ എന്താണ്? ആ സാക്ഷ്യത്തിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് മനസ്സിലാവും, കർത്താവ് കണ്ണും തുറന്ന് നമ്മുടെ നേരെ നോക്കി നിൽക്കുന്ന പോലെയാണ് ആ സാക്ഷ്യങ്ങളുടെ ഒരു സഞ്ചാരം എന്ന് വേണം. എന്തിനാശയത്തൊക്കെ ഈ സാക്ഷ്യങ്ങൾ പെരക്കെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വരുന്ന എഴുതിയിട്ടുണ്ട് വന്നിരിക്കണേ. ഞാൻ ഈ ആഴ്ച നടന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാക്ഷ്യങ്ങളുണ്ട്. എല്ലാ ദിവസവും നമ്മൾ 10-25 സാക്ഷ്യം വെച്ച് കേൾക്കും. പക്ഷേ ചില സാക്ഷ്യങ്ങൾ എന്നെ വല്ലാതെ തങ്ങ പിടിക്കും. അതാണ് ഞാൻ കാര്യം, ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സംഭവങ്ങളുണ്ട്. ആ വിഷയം മാത്രമേ ഉള്ളത്, ദൈവികമായ കുറേ സംഭവങ്ങൾ കാണും അതിൻ്റെ അകത്ത്. അതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വന്നിട്ട് നോട്ട് പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ തുടർന്ന് സാന്താ മരിയയുടെ സാക്ഷ്യം, അവർ ആലപ്പുഴക്കാരുതിയാണ്. അവരുടെ സാക്ഷ്യം, അവിടെ കുഞ്ഞിന് കുറേ ഗുരുതരമായ ഡിസീസാണ്, ലിവറിൻ്റെ പ്രോബ്ലംസ് ഭയങ്കരമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ബോൺ മാരോ ചെയ്തതാണ്, ഒരു കൊല്ലം മുമ്പ്. ഓക്കെ, അത് പിന്നീട് അങ്ങനെ സബ്സിഡി ആയിട്ട് കിടക്കുകയായിരുന്നു. വീണ്ടും കുഞ്ഞിന് പിന്നെയും രോഗമായി. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ് ഇത് ബോൺ മാരോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ബോൺ മാരോ ചെയ്യാൻ ഭയങ്കര സങ്കടമാണ്. കാര്യം കുഞ്ഞിനെ ഇഞ്ചക്ട് ചെയ്തത് അവരുടെ കൈ വെച്ചത് കാരണം കുഞ്ഞ് കയ്യിലിങ്ങനെ മയങ്ങി വീണത് അവിടെ ചങ്ക് പറഞ്ഞു പോയ പോലെയാണ് ഫീലിങ്ങാണ്. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരോട് സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മയെ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്നാണ് ഈ പറയണത്. ഇത് കാര്യം ആൾക്കാരിങ്ങനെ അനുഭവിച്ച് ഒരു അനുഭവങ്ങളല്ലല്ല, പല പല അനുഭവങ്ങളായി കഴിയുമ്പോൾ പിന്നീട് അത് അമ്മയെ വന്ന് കണ്ടിട്ട് തീരുമാനിക്കാമെന്ന് പറയും. രണ്ടാമത്തെ ബോൺ മാരോ. അപ്പോൾ സീനിയർ ഡോക്ടർ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരും. ഇവരെൻ്റെ നോൺസെൻസാണ് പറയണത്. അപ്പോൾ സീനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മാഡം ഇത് നിങ്ങൾ പറയണ പോലെയല്ല, നേരത്തെ നമുക്ക് എക്സാമിൻ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ രോഗമില്ലെങ്കിൽ ഇല്ല, ഓക്കെയാണ്.
പക്ഷേ അത് എക്സാമിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഡിസീസിനൊക്കെ ഇങ്ങനെ ചികിത്സ നീണ്ടു പോകുന്നത് റീസണബിൾ അല്ല. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് നിങ്ങൾ എവിടെ പോയി വരിക ചെയ്യും, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങി വെക്കാമല്ലോ ചികിത്സ എന്ന് പറയാം. പക്ഷേ ഇവർ സമ്മതിക്കത്തില്ല. ഇവരില്ല, ഞാൻ ഡോക്ടറെ അമ്മയെ കണ്ടിട്ട് വരാവുന്നത് അവിടെ മനസ്സിൽ ഡോക്ടറിനോട് പറയത്തില്ല. ജൂനിയർ ഡോക്ടറെ മനസ്സിലാവും ഇവരെന്തോ പ്രാർത്ഥനാ പരിപാടിയാണ് പറയണതെന്ന് പറയാം. അപ്പോൾ അത് ആൾക്കാരുടെ ഒരു അതായത് നമ്മുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം. നിക്ഷേപം, വ്യക്തിപരമായ നിക്ഷേപം എന്ന് പറയുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് നീ ടെക്നിക്കലായിട്ട് എത്തിച്ചേരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമുക്കറിയാം ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഗ്രേസ് എല്ലാം അതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റിലാണെന്ന്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ വിലക്ക് വാങ്ങിയവരാണ്. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഈസി അല്ലെന്നർത്ഥം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചു എന്തെങ്കിലും കുറച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ടൊക്കെ നമുക്ക് ഈ വിഷയം മാനേജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിയൽ തിങ്സ് മാനേജ് ചെയ്യാൻ പറ്റും, ഒരു ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. കൃപാസനം, കവനൻ്റ് എന്നും പറഞ്ഞൊരു സാക്ഷി ദിവസങ്ങളുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ മറന്നുപോയി. എന്തിനാണ് കൃപാസനം? എനിക്ക് ഡൗട്ടായിരുന്നു, എന്തിനാണ് കൃപാസനം, എവിടെയെങ്കിലും പോയാൽ പോരെ. കവനൻ്റ്, എന്തിനാണ് കവനൻ്റ്? ഞങ്ങളുടെ പള്ളിയിൽ മതം ഉണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു പറഞ്ഞുകൊണ്ടൊരു സഹോദരി സാക്ഷ്യം വന്നിട്ടുണ്ട്. അതിനെല്ലാവർക്കും മറുപടി കിട്ടി. എന്ത് ചാപ്റ്റർ വച്ച ബസ്സുകൾ 1 കൊരിന്തോസ് 6:20 എന്താ പറയുന്നത്? നിങ്ങൾ എന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങിയതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നമ്മളെ വിലക്ക് വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന് ആ വിലക്ക് വാങ്ങപ്പെട്ടതിലൂടെയാണ് കൃപ നമ്മൾ നേടുന്നത്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മളും ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഈസി മെത്തേഡുകളൊന്നുമില്ല. നമ്മളും അതുകൊണ്ടാണ് ഇതിൻ്റെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ കാരണം. ഇപ്പോൾ സാന്താ മരിയയുടെ സാക്ഷ്യം എന്താ? സാന്താ മരിയയെ പൊക്കിക്കൊണ്ട് പോകുന്നില്ല അവിടുന്ന്. അവർ കൊച്ചിൻ്റെ ക്യാൻസറിൻ്റെ ഒരു ചാട്ടം ചെവിയുടെ ബാക്കിലുണ്ട്, അതിങ്ങനെ മുഴ പോലെ നിൽക്കുക. അപ്പോൾ അമ്മയോട് ഇത് പറയണം, അമ്മ ഇത് ഇനി ബോൺമാരോട്ട് പോകണോ, അത് അമ്മ സുഖപ്പെടുത്തുക എന്ന്, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അവരിവിടെ വന്ന് കാല് കുത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡിംഗ് ധ്യാനമാണല്ലോ. ഈ ധ്യാനമാണ് പിന്നീട് 2 കൊല്ലം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അഭിഷേകം വന്നുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? അപ്പോൾ ഇത്രയും മീഡിയേറ്റ് ചെയ്താണ്, പിന്നെ ഉടമ്പടിയുടെ ഭാഗമായി വരുന്ന ധ്യാനമാണ്. ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിച്ചാണ് ഈ ധ്യാനം ചെയ്യണത്. പിന്നെ ധ്യാനങ്ങളെല്ലാം കർത്താവ് തന്നെ ഒരുക്കി തന്നതല്ലാതെ ഒന്നും ഞങ്ങളിങ്ങനെ കണ്ടുപിടിക്കുകയോ ഒന്നും ചെയ്ത് ഇപ്പോൾ തന്നെ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഞാൻ കണ്ടുപിടിച്ചാലല്ലോ അത്. ഇപ്പോഴും ഈശോ തന്ന വചനം എടുത്തതാണ്. നിങ്ങൾക്ക് ഈശോ പറഞ്ഞ വചനം, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ വാക്ക് വന്നപ്പോൾ ഈശോ ആ വചനത്തിനെ നോക്കി എടുത്തിട്ട് ആ വചനം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരികയാണ്. എന്തിനാണ്? സോ ദാറ്റ് യു മേ ഓൾസോ ഇൻവെസ്റ്റ്. നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഉടമ്പടിയിലാകുമ്പോൾ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റത്തില്ല. നമുക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയും ചൊല്ലണ പ്രാർത്ഥനയെ മാത്രമേ പരിചയമുള്ളൂ. അതുകൊണ്ട് ഹെവി ഡ്യൂട്ടി ആകാം. ഈ ടൈം ഷോട്ട് ചെയ്യാൻ പാടായിരിക്കും. കാര്യം നമ്മുടെ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥകളെന്നൊക്കെ പറഞ്ഞാൽ ടൈമാണ് പ്രോബ്ലം. 2004 ഡിസംബർ 7 അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ നെഞ്ച് സമയഘടികാരമാണ് ചാർത്തിയിരുന്നത്. അതിന് ഭയങ്കരമായ ആന്തരികമായ ദൈവിക വെളിപാടുണ്ട്. അത് ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പരിശുദ്ധ പിതാവ് അന്തർദേശീയ സഭയോട് സംസാരിക്കേണ്ടതാണ്. അമ്മ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. അല്ലാതെ കുറച്ച് മലയാളികളെ 3 കോടി മലയാളികളെ ഉള്ളൂ, അവരറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇൻ്റർനാഷണൽ ചർച്ച അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. എന്താണ്? ഔദ്യോഗിക സഭ സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി അങ്ങനെ ഒരു പ്രത്യക്ഷീകരണം ഇന്ന് വരെ സഭയിൽ 2000 കൊല്ലമായിട്ട് നടന്നിട്ടില്ല. തന്നെയല്ല, ഈ മേഘത്തിൻ്റെ കളറിലെ അന്ത്യകാലത്തിൻ്റെ കളറുമായിട്ട് നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണം ഇന്ന് വരെ ഇല്ല. അപ്പം നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണിത് എന്ന് ഏറെക്കുറെ എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ ആളല്ലല്ലോ, ഇതിൻ്റെ ഒഫീഷ്യൽ അല്ലല്ലോ ഞാൻ. അപ്പോഴേ ഞാൻ സഭയുടെ ഒരു എളിയ ദാസനോ ഒരു സുവിശേഷ വേലക്കാരനോ മാത്രമല്ലേ, വേറെ ഒന്നുമല്ല. പക്ഷേ ഈ ശുശ്രൂഷ ഇത് അറിയേണ്ടതാരാണ്? മഹാഭിഷിക്തരും മഹാപുരോഹിതന്മാരും ഇത് അറിയേണ്ടത്. അറിഞ്ഞിട്ട് ഇന്ന് അന്തർധാരകൾ എന്താണ്, അന്തർസത്യങ്ങൾ എന്താണെന്ന് സഭയോട് ലോകത്തോട് പറയണം. എന്നിട്ട് അതിന് പ്രെയർ മീഡിയേഷൻ കൺവോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ദൈവിക പദ്ധതി നടപ്പിൽ വരുത്തുള്ളൂ. അതിനുള്ളതാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അതുകൊണ്ട് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ അഡ്ജോയിനിങ് ആയിട്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരണത്. അതുകൊണ്ടാണ് ആൾക്കാർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആ മുസ്ലിം ലേഡി വന്നതെന്താണ്, അവർ പറഞ്ഞു ഞാൻ ഉടമ്പടി എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ആലപ്പുഴ വന്നിട്ടില്ല, പക്ഷേ എൻ്റെ കിട്ടിയിരിക്കുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണെന്നില്ല.
എൻ്റെ കൂട്ടുകാർ തന്ന പ്രത്യക്ഷീണ പ്രാർത്ഥന ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ചെല്ലും. ആ പ്രത്യക്ഷീണ പ്രാർത്ഥന ഞാൻ എന്തെല്ലാം അമ്മയോട് ചോദിച്ചു അതെല്ലാം അമ്മ എനിക്ക് തന്നു. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് പോകും. സാക്ഷ്യം പറഞ്ഞിട്ട് ഉടമ്പടി എടുത്തിട്ട് പോകും. അത് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. അങ്ങനെയല്ല. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ജാതിയില്ല, മതമില്ല. കാര്യം എന്താ? ജനങ്ങൾക്ക് വേദനയുണ്ട്. വേദനയ്ക്ക് എന്നാ ജാതി? ജനങ്ങൾക്ക് രോഗമുണ്ട്. രോഗത്തിന് എന്നാ മതം? എവിടെ കണ്ണീരുണ്ട്? കണ്ണീരിന് എന്താ രീതിയിലുള്ള വിശ്വാസം? ദൈവവും കണ്ണീരും നീയും. അത് മാത്രമാണ് ഉടമ്പടിയുടെ സബ്ജക്റ്റ്. അത് ആരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്? വിശ്വാസം കൊടുക്കാൻ. അപ്പോൾ ആ മുസ്ലിം ലേഡിയാണെങ്കിൽ അവർ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഈ പ്രത്യക്ഷീണ പ്രാർത്ഥന 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നമ്മളൊക്കെ 5:30-ക്കല്ല പ്രാർത്ഥിക്കണം. ഞാൻ 5:30-ക്ക് പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവരതിൻ്റെ അകത്ത് കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതാണ് വിഷയം. അവർ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പ്രോബ്ലമാണ്. നിക്ഷേപം സാധാരണ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം നിക്ഷേപിച്ചാൽ മതി. പക്ഷേ ഉടമ്പടി ഹെവി ഡ്യൂട്ടി ടൈം ഷോർട്ടനിങ് കണ്ടൻ്റ് ഉള്ളത് കാരണം നമ്മൾ ഉടമ്പടിയുടെ കറസ്പോണ്ടിങ് തനത് നിക്ഷേപം എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. പിന്നെ എന്താണ്? ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പുതിയ കണ്ടുപിടുത്തമൊന്നുമില്ല. പണ്ട് മുതലേ ബൈബിളിൻ്റെ ഫണ്ടമെൻ്റൽ റെവലേഷൻ്റെ ഭാഗമാണ്. കാര്യം ചെല്ലുന്നതിനേക്കാൾ വലുത് ചെയ്യുന്നതാണെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. പാലിക്കുന്നതിലൂടെ വേഗം ഞങ്ങളെയും സാക്ഷികളായി ഉത്തരവേന്ന് പ്രാർത്ഥിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് ഭക്തിയോടെ പറയുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 81:13 എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, ഇസ്രയേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവിടെ വൈദികരെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. ഇതാണ് അതിവേഗം എന്ന് പറയുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഉടമ്പടിയുടെ കണ്ടന്റ് അവിടെ ഉണ്ട്. എന്താണ്? സങ്കീർത്തനം 81:13 എൻ്റെ ജനം എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം എന്ന് പറയുന്ന ടൈം ഷോർട്ടനിങ് വരണേ എങ്ങനെയാണ്? ഉടമ്പടി പ്രകാരമാണ്. എന്താണ്? എൻ്റെ ജനം എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ എന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ. കൈയടിച്ച് പരമദിവ്യകാരുണ്യത്തിന് ആരാധന. ഞാൻ ഇങ്ങനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്ന് പറയുമ്പോഴേ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് കൂടി നിങ്ങൾ അറിയണം. ആരാധനയാണ് നടക്കുന്നത് ഇവിടെ. ഈശോയാണ് ഇതിൻ്റെ പരമാധ്യക്ഷനായിട്ടുള്ളത്. ഈ ചെയർ എപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈശോയുടെ ഈ ശുശ്രൂഷയെ ഈശോയുടെ സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്യണത് ഇടയ്ക്ക് പറയുന്ന ഈ സുഹൃത ജപങ്ങളാണ്. പരിശുദ്ധ പരമദിവ്യക. അപ്പം നിങ്ങൾ കൈ നെഞ്ചത്ത് വെച്ച് തന്നെ പറയണത്. അല്ല ചുമ്മാ ഇങ്ങനെ സ്റ്റാച്ചു അവർ ചെയ്ത് പരമദിവ്യകാരണത്തിന് എങ്ങനെ പറയുന്നത്? നിങ്ങളപ്പോൾ ഇവിടെ ഇല്ലെന്ന് അർത്ഥം. നിങ്ങളിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോഴേ. അതായത് നമ്മുടെ ശുശ്രൂഷയെ, ഉടമ്പടി ധ്യാനത്തെ ആരാധനയുമായിട്ട് ലിങ്ക് ചെയ്യണത് ഈ ഒരു സുഹൃത ജപമാണ്. ഗ്രീനി ബ്ലെസൻ്റ് എന്ന് പറഞ്ഞൊരു നേഴ്സ് ഈ ദിവസം സാക്ഷ്യം പറയും. ഗ്രീനി ബ്ലെസൻ്റ് ഒരു പാല എവിടെയുള്ള അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവരിതുപോലെ കുറച്ച് ഏജ് നമുക്കറിയാമല്ലോ, അവർക്ക് 10-50 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വിദേശത്തേക്ക് പോകാനുള്ള ഈ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂ അവർക്ക് അത്രയ്ക്ക് അതിനകത്ത് സ്കോപ്പില്ല. സച്ച് റീസൺസ് ഇല്ലാതെ അവർക്ക് ചെറിയ ടെൻഷനുണ്ട്. അപ്പോൾ അവർ ഗൂഗിളിൽ പ്രോഗ്രാം ചെയ്തിട്ട് അവർ തൊടുപുഴ വഴി അവിടെ ഇൻ്റർവ്യൂ കൗണ്ടറിലേക്ക് പോവുകയാണ്. എറണാകുളത്തെ ഇൻ്റർവ്യൂ കൗണ്ടർ പാലായിൽ നിന്ന് തൊടുപുഴ വഴി ഗൂഗിൾ മാപ്പ് കറക്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാറ് ആലപ്പുഴ വഴി വരുന്നു. അതല്ല സാക്ഷികൾ കേൾക്കാൻ. അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ വഴി എറണാകുളത്ത് പോകാനാണ് ഗൂഗിളിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ ഒരു സെക്കൻഡ് നോക്കുമ്പോൾ കാറ് ചങ്ങനാശ്ശേരി റൂട്ടിലാണ് വരണത്. അപ്പോൾ കുറേ ഇങ്ങനെ ഓടിപ്പോയി ഇങ്ങോട്ട്. അപ്പോഴവർക്ക് അവർ കൂടെ നിന്ന് ഡ്രൈവർ പറയും, ഡ്രൈവറോ ഭർത്താവോ ആരും അവർ വണ്ടി ഓടിക്കുന്ന കക്ഷി, ഇതെന്ത് ഇപ്പോൾ വണ്ടി ഇങ്ങനെയല്ല പോണതെന്ന് ചോദിക്കും. അപ്പോഴുടനെ ഇവർ തിരിച്ചു പറഞ്ഞ മറുപടി കറക്റ്റാണ്. അത് അമ്മയെടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ റെസ്പോൺസാണ് പ്രശ്നം. അത് ആലപ്പുഴ വഴി ഇപ്പം നമ്മൾ തൊടുപുഴ വഴി മൂവാറ്റുപുഴ വഴി പോകാനല്ലേ ഉദ്ദേശിച്ചത്.
ഇപ്പോൾ ആലപ്പുഴ വഴിയാണ് ഗൂഗിള് നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വണ്ടി ആലപ്പുഴയ്ക്ക് വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പോകാനായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്. ഇത് വലിയൊരു അനുഗ്രഹമാണ്, നമുക്ക് ആ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ 7:15 7:30 ഇവിടെ ലാൻഡ് ചെയ്യും. എന്നിട്ട് അമ്മയുടെ അമ്മ ഇൻ്റർവ്യൂവിന് പോവുകയാണ്, സ്കോപ്പില്ലെന്ന് പറയും. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. അവർക്ക് ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട്, വേറെ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഉള്ള സ്കോപ്പ് എന്താണ്? ഗ്രേസ് ആണ് സ്കോപ്പ്. അത് നിങ്ങളിത് ടെക്നിക്കൽ എപ്പോഴും അച്ഛൻ പറയും, ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൻ്റെ കുറേയധികം കാര്യങ്ങൾ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ദൈവത്തിനോടുള്ള ഇടപെടലിൻ്റെ എല്ലാവിധ ഇക്വേഷൻസും എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ഉടമ്പടി എടുക്കുന്നവർ കാണാതെ പഠിക്കാൻ നിവർത്തിയില്ല. കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Ephesians 2:8 അതെല്ലാ ധ്യാനത്തിലും ഞാൻ പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഈ ധ്യാനം ചിലപ്പോഴും ആദ്യമായിട്ട് കൂടുന്ന ആൾക്കാരുണ്ടാവും. ഉടമ്പടി വന്നിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല, കേരളത്തിൽ പോലും വന്ന് കാണത്തില്ല. പക്ഷേ ധ്യാനം കൂടുന്നവരുണ്ടാവും. മലയാളികൾ, കേരളത്തിലില്ലാത്ത എത്രയോ മലയാളികളുണ്ട്. പക്ഷേ അവരൊക്കെ ചിലപ്പോൾ ഈ ധ്യാനം കൂടുമ്പോൾ ഉടമ്പടി എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ബേസിക് എല്ലാപ്പോഴും ഞാൻ പറയും. മനഃപൂർവ്വം പറയണതല്ല, പറഞ്ഞു വരുമ്പോൾ ഈശോ അത് പുട്ടിൻ്റെ പൊടി പോലെ ഇട്ട് തരണത് നമുക്ക്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആകരുത്. മെറിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗമേ മാത്രമേ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ഭാഗമുണ്ട്, അത് ഗ്രേസാണ്. Ephesians 2:8 എന്താ പറയണത്? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നാണ്. അപ്പോൾ ഈ കൃപ എങ്ങനെ ആർജിക്കാൻ പറ്റും? കൃപ എങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റണത്? കൃപ എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അതിന് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യമാണ് ഉടമ്പടിയിൽ അപ്ഡേഷൻ വരണത്. മറ്റേ നിങ്ങളുടെ മെറിറ്റിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻസിൻ്റെ ആവശ്യമില്ല. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. ചിലപ്പോൾ നിങ്ങളുടെ 90% മാർക്ക് നിങ്ങളുടെ മെറിറ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയോറിറ്റി നിങ്ങളുടെ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടി ഫോക്കസ് ചെയ്യേണ്ടത് മെറിറ്റിലല്ല, ഗ്രേസിലാണ്. അതുകൊണ്ട് ചില കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ അച്ഛാ ഒന്നും മനസ്സിലായിട്ടില്ല അച്ഛാ, ഞാൻ എല്ലാ പരീക്ഷയും പോയെന്ന്. സ്പീക്കിങ്ങിൻ്റെ അത് പോയി, എനിക്കറിയാം, കയ്യിൽ നിന്ന് പോയെന്നറിയാം. സ്പീക്കിങ് പോയി, പിന്നെ റീഡിങ് പോയി, എല്ലാം പോയി. പൈസയുമില്ല. ഞാൻ ഭർത്താവിനോട് അവസാനത്തെ കാശ് ഇനി ഞാൻ എഴുതിയ കാശ് മേടിക്കാൻ വേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഒരു ചാൻസ് കൂടി എനിക്ക് തരാൻ പറഞ്ഞ് ഭർത്താവിനോട് കാശ്, OIT കാശ് ലാസ്റ്റ് മേടിക്കണം. അവരോട് വന്ന് നമ്മുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കണ കാണാം. ഇത് കേൾക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ എമർജൻസി കേസെല്ലാം എടുക്കണം. എൻ്റെ കാര്യം അതാണ്. എല്ലാ എമർജൻസി ആണെന്ന് കണ്ടാൽ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, വസ്തുനിഷ്ഠമായ കാര്യമാണ്, എനിക്ക് ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ അച്ഛനെടുക്കും. അതിന് ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അവർ ഒരു ദിവസം പോലും വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞായറാഴ്ച പിന്നെ ആരെയും കാണത്തില്ലെന്ന് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ഞായറാഴ്ച മാത്രമേ ഈ ധ്യാനം നിൽക്കുന്ന കാരണം ധ്യാനം കഴിയുമ്പോൾ ഞാൻ ഭയങ്കരമായി ടയർഡായി പോകും. ഈ കാണുന്ന കാഴ്ചയല്ല, ഇത് ശുശ്രൂഷയായ കാരണം എൻ്റെ പവർ എമിറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കെല്ലാ ദിവസവും ഇപ്പോൾ ഇന്നലെയൊക്കെ ഇതിൻ്റെ 3 ഇരട്ടി ആളല്ലേ ഇവിടെ. അപ്പോൾ 10-700 ഉടമ്പടിയാണ് ഇന്നലെ നടന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതന്നെ അവസ്ഥ. പക്ഷേ എല്ലാ ദിവസവും ഞാൻ നിൽക്കും. എല്ലാ ദിവസവും നിൽക്കുമ്പോൾ എന്താ, ഈ എമർജൻസി കേസ് എടുക്കാൻ വേണ്ടി നിൽക്കണതാണ്. എമർജൻസി അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി അമ്മയുടെ കയ്യിലാണ് ഉള്ളത് ഈ സംഭവം. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വഴികളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ പരീക്ഷ പൊട്ടിയാന്ന് ഞാൻ പൊട്ടിയിട്ടില്ല. ആരാ പറയണത്? നിനക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്നല്ലേ പ്രശ്നമുള്ളൂ. അതിൻ്റെ മെറിറ്റാണ് പോയിരിക്കുന്നത്. ഗ്രേസിൻ്റെ ചാൻസ് ഉണ്ടല്ലോ.